بسم الله الرحمن الرحيم السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. حافظ على سنن وآداب أتت مأثورة من خير من جاء مرسلا إذ لا دليل على الطريق إلى الأولى إلا متابعة الرسول المكملا. ബഹുമാന്യരായ പുലാമന്തോളിലെയും പരിസരങ്ങളിലെയും കാരണവന്മാരെ, മാതാപിതാക്കളെ, മക്കളെ, ഈ പരിപാടി ശ്രദ്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മുസ്ലിയാക്കന്മാരെ, മുതഅല്ലിമുകളെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ പരമാവധി മേഖലകളിൽ പകർത്തണം എന്ന് ഉണർത്തുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ യുദ്ധം, ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ബറാക് ഹുസൈൻ ഒബാമയുടെ അമേരിക്കൻ പ്രസിഡന്റായുള്ള സ്ഥാനാരോഹണം, നിരപരാധികളായ പിഞ്ചുമക്കൾ, നിരപരാധികളായ സ്ത്രീകൾ, നിരപരാധികളായ വൃദ്ധർ, നിരപരാധികളായ ചെറുപ്പക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി എന്നതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ ഒരുങ്ങുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് ചോദിച്ചു, അതഖ്തുലു റജുലൻ അൻ യഖൂല റബ്ബി റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലുന്നത് എന്ന്. സർവശക്തനായ തമ്പുരാനെ, ഫലസ്തീൻ ജനതക്ക് എല്ലാ വിധത്തിലുമുള്ള രക്ഷയും സമാധാനവും ആശ്വാസവും നീ അരുളുമാറാകണമേ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പിന്മാറാനുള്ള തോന്നൽ നീ ഉണ്ടാക്കി കൊടുക്കുമാറാകണമേ. അവിടെ ഷഹീദുകളായി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ തക്കതായ പ്രതിഫലം നീ നൽകുമാറാകണമേ. ജനങ്ങളെ, ഫലസ്തീൻ ഒറ്റപ്പെട്ട സംഭവമല്ല.
സെർബിലെ കൂട്ടക്കലകൾ നിങ്ങൾക്കറിയാം. ഒരുപാട് രാഷ്ട്രങ്ങളിൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും നമുക്കറിയാം. എന്നാണ്, ഏത് സന്ദർഭത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തേക്ക്, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്, ഈ പുലാമന്തോളിലേക്ക് യുദ്ധത്തിന്റെ വിഷപ്പുകയും വിഷക്കാറ്റും കടന്നു വരിക എന്ന് പറയാൻ കഴിയില്ല. ഒന്ന് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നത്, മുദ്രാവാക്യം മുഴക്കുന്നത്, തൊണ്ട പൊട്ടിക്കുന്നത്, ബോർഡുകളും ബാനറുകളും എഴുതി വെക്കുന്നത് എന്തെങ്കിലും തരത്തിലൊരു ഉപകാരവും ചെയ്യാനില്ല. കാരണം അതൊന്നും ഇസ്രായേലോ അമേരിക്കയോ വായിക്കുന്നില്ല. മറിച്ച് എല്ലാം അറിയുന്നവനായ, എല്ലാം കാണുന്നവനായ, എല്ലാം കേൾക്കുന്നവനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനുണ്ട്. ആ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. മരണം അതിന്റെ തക്ക സമയത്ത് വരും. ഒരു സെക്കൻഡ് പോലും നീളുകയില്ല, ഒരു സെക്കൻഡ് പോലും മുന്നോട്ടാവുകയില്ല. അതുകൊണ്ട് ഈമാനോടും തൗബയോടും കൂടി മരിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തർക്കും ചെയ്യുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ പടച്ച തമ്പുരാൻ ഒരു സമുദായത്തിന്റെയും സ്ഥിതിഗതികൾ മാറ്റം വരുത്തുകയില്ല എന്ന് സൂറത്തുൻ നൂറിൽ അല്ലാഹു പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിച്ച മനുഷ്യന്മാർ, നല്ല നല്ല അമലുകളും ഇബാദത്തുകളും ചെയ്യുന്ന മനുഷ്യന്മാർ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. മുമ്പുള്ളവർക്ക് പടച്ച തമ്പുരാൻ ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്ത പോലെ അല്ലാഹു അവർക്കും ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുക്കും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. ഭൂമിയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട മതത്തിന് അംഗീകാരവും അവസരവും നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഭയത്തിന് ശേഷം, യുദ്ധത്തിന് ശേഷം, പേടിപ്പാടുകൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നിർഭയത്വം, സമാധാനം നൽകുക തന്നെ ചെയ്യും. പക്ഷേ പടച്ച തമ്പുരാൻ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. യഅ്ബുദൂനനി, അവരെന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കണം. വമൻ കഫറ ബഅദ ദാലിക്, എന്നിട്ടും ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് അക്രമികൾ എന്ന് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്യാത്ത ഒരു ജനത, തൗഹീദ് ഉൾക്കൊള്ളുന്ന ജനത, ഈമാനും അമലും സാലിഹും ഉള്ള ഒരു ജനത, ആ ജനതക്കാണ് അന്തിമമായ വിജയം. ആ ജനതക്കാണ് അന്തിമമായ സന്തോഷം, നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസിനികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജനങ്ങളെ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം നമ്മുടെ രാജ്യത്ത് ഒരുപോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയും അമ്പലവും ചർച്ചും മഠവും സത്രവും ഇവിടെയുണ്ട്. ബാങ്ക് വിളികളും ശംഖുലികളും സങ്കീർത്തനങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതസ്ഥരും ഇവിടെ കടകൾ നടത്തുന്നുണ്ട്, വാഹനങ്ങൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വർഗീയതയുടെ വിഷപ്പുകയും വിഷക്കാറ്റും കാര്യമായി സ്പർശിച്ചിട്ടില്ല. ചെറിയ ചില ലാഞ്ചനകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ, നമ്മുടെ നാട് നശിപ്പിക്കാൻ, തമ്മിൽ എതിരാളികളാക്കി മാറ്റാൻ, തമ്മിൽ അറുകൊല ചെയ്യുന്നവരാക്കി മാറ്റാൻ, കല്ലെറിയുന്നവരാക്കി മാറ്റാൻ ചില തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീവ്രവാദം മതത്തിനെതിരാണ്. ഒരു മതവും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. പക്ഷേ മതത്തിന്റെ അനുയായികൾ കത്തിക്ക് മൂർച്ച കൂട്ടുകയാണ്, മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ്. അനിസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനെ വാളുകൊണ്ട് നേരിടണം എന്ന് പറഞ്ഞത് ബുഷല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. അനിസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനെ വാളുകൊണ്ട് നേരിടണം. ഇന്ത്യ മഹാരാജ്യത്ത് വാളെടുക്കാൻ ആഹ്വാനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, സിമി, NDF, RSS, VHP, ബജറംഗ് ദൾ തുടങ്ങിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ
രണ്ട് തരം ധർമ്മമാണ്, രണ്ട് തരം ദൗത്യമാണ് നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുള്ളത്. ഒന്നിവിടെ മനുഷ്യനായി ജീവിക്കണം. ഒരു മൃഗലോകത്തിലെ കണ്ണിയാണ് മനുഷ്യൻ. തിന്നണം, ഉടുക്കണം, സന്താനോൽപാദനം നടത്തണം, ഉറങ്ങണം. അത് മനുഷ്യനെന്ന ജീവി എന്ന നിലക്ക് ആവശ്യമുള്ളതാണ്. അതിനാവശ്യമായ കൃഷി, കച്ചവടം, ഏർപ്പാട്, ഇടപെടലുകൾ, വരുമാനം, സമ്പാദനം, സംഭരണം, വിനിയോഗം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. രണ്ടാമത്, നമ്മുടെ മനസ്സിൽ ഓരോ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ വെറും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരോട് പറയണം. വിഷമം പറയുന്ന പോലെയല്ല, സങ്കടം പറയുന്നത് പോലെയല്ല. പിന്നെയോ സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആദർശത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുവാൻ സാധിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്ന സഹോദരങ്ങൾ സദസ്സിൽ വന്നിരിക്കാൻ ശ്രദ്ധിക്കുക. ഇരിക്കുവാൻ സൗകര്യം ഉള്ള ഇരിപ്പിടങ്ങൾ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കുവാനാണ് നിന്നും ഇരുന്നുമൊക്കെ ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? വേറെ ഒരു പ്രസംഗം ഇവിടെ ഇല്ലാതിരിക്കണം, വേറെ ഒരു ശബ്ദം ഇവിടെ ഇല്ലാതിരിക്കണം. ഈ പ്രസംഗം ആണെങ്കിൽ എന്ത് വേണം? കരണ്ട് വേണം, ജനറേറ്റർ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുടക്കങ്ങൾ ഇല്ലാതിരിക്കണം. അതുകൊണ്ട് അവനവന്റെ ആശയം, അവനവന്റെ ആദർശം ഈ രാജ്യത്ത് നിലനിൽക്കണം, വളരണം, ഉയരണം, നടപ്പാകണം, എല്ലാവരും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര് ശബ്ദമുണ്ടാക്കാതിരിക്കണം, ബഹളമുണ്ടാക്കാതിരിക്കണം, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാതിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ RSSന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഹിന്ദുക്കളാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എളുപ്പമുള്ള പണി എന്താ? ഹിന്ദുമതത്തിന്റെ മേന്മ പ്രസംഗിക്കുക, ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിന്റെയും ഒക്കെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് ഹിന്ദുമതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഈ ലോകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്ന് ക്രിസ്തുമതത്തിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം എന്താണെന്ന്, യേശു എന്താണ് പറഞ്ഞതെന്ന്, കന്യാമറിയം എന്താണ് പറഞ്ഞതെന്ന്, ബൈബിൾ എന്താ പറഞ്ഞതെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ഈ ലോകത്തുള്ള എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് ഇസ്ലാമിന്റെ അനുയായികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താ വേണ്ടത്? ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഇസ്ലാമിന്റെ ഗുണവശങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹിന്ദുമതത്തിന്റെ, ക്രിസ്തുമതത്തിന്റെ, ബൗദ്ധമതത്തിന്റെ, ജൈനമതത്തിന്റെ എല്ലാ മതത്തിന്റെയും ദോഷവശങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കുക. അതിനെന്ത് വേണം? നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വന്നിട്ട് അനുവാദമില്ലാതെ അടുക്കളയിലേക്കോ കിടപ്പറയിലേക്കോ മറ്റോ കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല, സമ്മതിക്കില്ല. അതുപോലെ ഈ രാജ്യത്ത് നമ്മൾ ഓരോരുത്തരും ഭരണാധികാരികളല്ല. NDF ഭരണാധികാരിയല്ല, ലീഗ് ഭരണാധികാരിയല്ല, കോൺഗ്രസ് ഭരണാധികാരിയല്ല, ഒരു പാർട്ടിയല്ല, ഒരു വ്യക്തിയല്ല, ഒരു യൂണിറ്റ് അല്ല ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് അനുവാദം വാങ്ങണം. എന്തിന്? ആളുകളെ ക്ഷണിക്കുവാൻ. അനുവാദം ഗവൺമെന്റ് തരണമെങ്കിൽ എന്ത് വേണം? ഭരണഘടനയിലുള്ള അനുവാദം ഉണ്ടാകണം. നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നു, മതസ്വാതന്ത്ര്യം. ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡോക്ടർ BR അംബേദ്കർ അന്നത്തെ ലക്ഷക്കണക്കിന് അവശരായ ഹൈന്ദവ വിഭാഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മതം മാറണം. 1000 ആളുകൾ അന്ന് മതം മാറി. മതം മാറുക എന്നത് മഹനീയമായൊരു കാര്യമാണ്. ഈ റോട്ടിലൂടെ, പല റോഡുകളിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വന്ന ആളെ ആ പാർട്ടിക്കാര് സ്വീകരിച്ച് ആനയിച്ച് മാലയിട്ട് കൊണ്ട് നടക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നേരിട്ട് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്താ? ഒരു ആശയം മാറി മറ്റൊരാശയം സ്വീകരിക്കുന്നത് മഹനീയമായ കാര്യമാണ്. സാധാരണ മെമ്പർമാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അതിനെങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. എന്നാൽ മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാള് അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ് മാറി വന്നാൽ അതൊരു വിഷയമാണ്, അല്ലേ? മതം മാറ്റം. എന്നാൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം മതം മാറ്റം എന്നത് മനം മാറ്റമായിട്ടാണ് കാണുന്നത്. മനം മാറണം, മനസ്സ് മാറണം, അല്ലേ? നമ്മുടെ ശബാബിന്റെ ചങ്ങാതിമാർ ജനങ്ങളെ പഠിപ്പിച്ചത് ആദ്യം തുണി കൊടുക്കുക, പണി കൊടുക്കുക, പണം കൊടുക്കുക, കിണറുണ്ടാക്കി കൊടുക്കുക, മരം വെച്ച് പിടിപ്പിക്കുക, തൊഴിൽ കൊടുക്കുക, എന്നിട്ട് അവരോട് പറയുക ഇന്ന ആശയം സ്വീകരിക്കണം. അപ്പൊ തലചൊറിഞ്ഞുകൊണ്ട് അവർ ചിലപ്പോ ആശയം സ്വീകരിച്ചു എന്ന് വരും. അങ്ങനെയുള്ള ചണ്ടിക്കൂമ്പാരങ്ങളെയല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവ സഹോദരങ്ങളും ആ പണിയെടുക്കാറുണ്ട്.
ക്രൈസ്തവ സഹോദരങ്ങളുടെ മാർഗത്തിലേക്ക് ശബാബ് ചിലപ്പോൾ വരാറുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന ആശയം ജനങ്ങൾ സ്വീകരിച്ചാൽ സ്വീകരിക്കുന്നവർക്ക് ആദ്യമായി സാധാരണഗതിയിൽ കിട്ടാനുള്ളത് തല്ലാണ്. മഹാന്മാരായ 1.25 ലക്ഷം പ്രവാചകന്മാരും ഈ ആശയം പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ അനുയായികൾക്ക് ആദ്യം കിട്ടിയത് തല്ലാണ്, കല്ലാറാണ്, കൂക്കുവിളിയാണ്. എന്താ കാരണം? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം പടച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പടച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവനോട് ദുആയിരക്കണം, അവനോട് ഇസ്തിഗാസ ചെയ്യണം എന്ന് പറയുമ്പോ മതം പഠിച്ച മുസ്ലിയാക്കന്മാര് വരെ അതിനെതിരെ ഉറഞ്ഞുതുള്ളും. പടച്ചതമ്പുരാന്റെ പ്രവാചകന്മാര് മുഴുവൻ പടച്ചതമ്പുരാനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. ഖുർആനിൽ പടച്ചതമ്പുരാനോടുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. നബിവചനങ്ങളിൽ പടച്ചതമ്പുരാനോടുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. പക്ഷേ പടച്ചോനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പടച്ചതമ്പുരാൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞത്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഫ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ധനനാശം കൊണ്ട്, ഫലനാശം കൊണ്ട്, മരണം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് വിപത്ത് വന്നാലും എന്ത് ആപത്ത് വന്നാലും അവർ പറയും, ഞങ്ങളെല്ലാം അല്ലാഹുവിങ്കലേക്ക്, അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിങ്കലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവർക്കാകുന്നു അല്ലാഹുവിന്റെ രക്ഷയും കരുണയും, അല്ലാഹുവിന്റെ രക്ഷയും കരുണയും. അപ്പോൾ ഈ ആദർശം സ്വീകരിച്ചാൽ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, അംഗീകരിക്കാത്ത ജനങ്ങൾ ചിലപ്പോൾ തല്ലി എന്ന് വരും, കൊല്ലപ്പെട്ടു എന്ന് വരും, കടകത്തിച്ചെന്ന് വരും, കൃഷിനാശമുണ്ടാക്കിയെന്ന് വരാം, ചിലപ്പോ ഒന്നും സംഭവിച്ചില്ല എന്നും വരും. പക്ഷേ ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളുടെ ശരീരവും സത്യവിശ്വാസികളുടെ സമ്പത്തും പടച്ചതമ്പുരാൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്താ ഡിമാൻഡ്? എന്താ പകരം കൊടുക്കാമെന്ന് പറഞ്ഞത്? ബിഅന്ന ലഹുമുൽ ജന്ന, ശാശ്വതമായ സ്വർഗം അവർക്ക് പകരം കൊടുക്കാം എന്നതിന്റെ പേരിൽ. അപ്പോൾ ഇഹലോകത്തെ ചെറിയ ചെറിയ നഷ്ടങ്ങള്, നാശങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, അടി, ഇടി, കല്ലേറ്, കുക്കുവിളികൾ എന്നിവ അനുഭവിച്ചാലും ആസ്വദിച്ചാലും സർവശക്തനായ പടച്ചതമ്പുരാൻ അവിടെ നിഷേധികൾക്ക് വേണ്ടി, അക്രമികൾക്ക് വേണ്ടി, കർമ്മം ചെയ്യാത്തവർക്ക് വേണ്ടി, ധർമ്മം ചെയ്യാത്തവർക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശാശ്വതമായ സ്വർഗത്തിലെത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇതില് ഈ ആദർശം അങ്ങ് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതത്തിലേക്ക് ക്ഷണിക്കുവാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാൻ, ഇഷ്ടമില്ലാത്ത മതം ഒഴിവാക്കുവാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ടാണ് മതപ്രസംഗത്തിന് ഗവൺമെന്റ് സാങ്ഷൻ കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്, പോലീസുകാർ ആവശ്യമാണെങ്കിൽ കാവൽ നിൽക്കുന്നത്. ജനങ്ങളെ, ഈ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം, ഈ സ്വാതന്ത്ര്യം നമുക്കിവിടെ നിലനിൽക്കണം. അതിന് നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ മതപ്രസ്ഥാനങ്ങളും, എല്ലാ സാമൂഹ്യ സംഘടനകളും സഹകരിക്കണം. ഈ റോഡ് ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ളതാണ്, വാഹനങ്ങൾ ഓടാനുള്ളതാണ്. അതുകൊണ്ട് ദയവായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വഴി മുടക്കരുത്, വഴി തടയരുത്, ബന്ധുകളോ ഹർത്താലുകളോ നടത്തരുത്. കാരണം ജനങ്ങളുടെ വഴി മുടക്കുന്നത് പടച്ചതമ്പുരാന് അംഗീകരിച്ചതല്ല, മനുഷ്യത്വം അംഗീകരിച്ചതല്ല. നടന്നു പോകുന്ന ഒരാളെ തടയാൻ എന്ത് അവകാശം? നാളെ വാഹനം കട്ടരുതെന്ന് ലീഗിനോ കോൺഗ്രസിനോ ദള്ളിനോ CPIക്കോ CPMനോ BJPക്കോ RSSനോ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? പാവപ്പെട്ട കച്ചവടക്കാരിതാ ലക്ഷക്കണക്കിന് ഉറുപ്പിക എങ്ങനെയോ തട്ടി ഒപ്പിച്ചെടുത്ത് സാധനങ്ങൾ സംഭരിച്ച്
രാവിലെ മുതൽ രാത്രി വരെ കടകളിലിരിക്കുന്നു കച്ചവടം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈർക്കിലി രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പറയുകയാണ് നാളെ കട തുറന്നു പോകരുതെന്ന്. എന്താ? ഞങ്ങളുടെ ഒരു ബന്ധുണ്ട്, പണിമുടക്കുണ്ട്, ഹർത്താലുണ്ട്, അതിന് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിലോ പറ്റില്ല. അല്ല, ഞങ്ങൾ തുറക്കുന്നു പറഞ്ഞാൽ കാണിച്ചു തരാം. ഇത് രാഷ്ട്രീയമല്ല, ഇത് ചട്ടമ്പിത്തരമാണ്. അതുകൊണ്ട് ഈ കേട്ടു നിൽക്കുന്ന സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ മെമ്പറാണോ, അനുഭാവിയാണോ, പാർട്ടി മീറ്റിംഗിൽ പറയണം ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അനുവദനീയമായ സമരമുറകൾ, ഗവൺമെന്റ് അംഗീകരിച്ചുള്ള സമരമുറകൾ നടത്തണം. ഈ വാഹനങ്ങൾ ഓട്ടിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഡ്രൈവർമാർ, ഓട്ടോറിക്ഷക്കാർ, ടാക്സി ഡ്രൈവർമാർ, ജീപ്പ് ഡ്രൈവർമാർ, പിക്കപ്പുകാർ, അങ്ങനെയുള്ള പാവങ്ങളായ കൂലിത്തൊഴിലാളികൾ, അവരുടെ കൂലി ആര് കൊടുക്കും? ഒരു ദിവസം പുലാമന്തോൾ അങ്ങാടി അടച്ചിട്ടാൽ കോടി ലക്ഷക്കണക്കിന് അല്ല ഉറുപ്പിക അല്ല നഷ്ടപ്പെടുന്നത്. കേരളത്തിലെ ഒരൊറ്റ ബന്ദ് കൊണ്ട്, ഹർത്താൽ കൊണ്ട് 433 കോടി രൂപയാണ് നഷ്ടം. 433 കോടി രൂപ, 433 കോടി രൂപയാണ് ഒരു ഹർത്താൽ കൊണ്ടുള്ള നഷ്ടം. ഹർത്താൽ പ്രഖ്യാപിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുടക്കുമില്ല. അതുപോലെ മതസംഘടനകള് നടുറോഡിലൂടെ മതഘോഷയാത്ര നടത്തുന്നു. ഇമാത്തത്തുൽ അദാനി തരീഖ് സദഖ, റോഡിലെ ബ്ലോക്ക് നീക്കലാണ് ധർമ്മം എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്കപ്പുറം നമ്മളെ പഠിപ്പിച്ചു. റോഡിലെ ബ്ലോക്ക് നീക്കം ചെയ്യലാണ് ധർമ്മമെന്ന് പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് മുന്നിൽ നടന്നുകൊണ്ട് നബിദിന റാലി നടത്തുന്നു, മുഹമ്മദ് നബിയെ കൊഞ്ഞനം കാട്ടാൻ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരേണമെന്ന് പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരു. വെള്ളാപ്പള്ളി നടേശനടക്കം ശ്രീനാരായണ ഭക്തന്മാര് ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചുകൊണ്ട് ചതയം സമാധി ദിനങ്ങളിൽ റോഡ് ബ്ലോക്കാക്കി പ്രകടനം നടത്തുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ലോകസമാധാനത്തിന്റെ മാർഗമെന്ന് ഇപ്പോൾ കേരളമൊട്ടാകെ പ്രചാരണം നടത്തുന്നുണ്ട്. അവരും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ ബലികഴിക്കുകയാണ്. അങ്ങാടിയിലിട്ട് നടുറോട്ടിലിട്ട് ചവിട്ടിത്തേക്കുകയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്ക എന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ അനുയായികൾ ഇതാ നാടാകെ രാത്രി പാതിരാക്ക് ചെണ്ട കൊട്ടി ആളുകളെ ഉറക്കം കെടുത്തി ക്രിസ്മസ് പരിപാടികൾ ആഘോഷിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് കരിമരുന്ന് പ്രയോഗം നടത്തി ബാണം വിട്ട് കോടിക്കോടി ഉറുപ്പിക തൊലച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല, യേശുക്രിസ്തുവിന് യാതൊരു ഉപകാരവുമില്ല. കണ്ടു നിൽക്കുന്നവർക്കില്ല, കേട്ടു നിൽക്കുന്നവർക്കില്ല, ചെലവാക്കുന്നവർക്കില്ല. അല്ലേ? ശ്രീരാമൻ രമിപ്പിക്കുന്നവൻ എന്നാണ്, സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് ശ്രീരാമൻ എന്നതിന്റെ അർത്ഥം, അല്ലേ? എന്നിട്ട് ശ്രീരാമന്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള രഥയാത്രകള്, അതുപോലെ ശാന്തിയാത്രകൾ, ശോഭായാത്രകള്, ശ്രീകൃഷ്ണന് വേണ്ടി ശാന്തിയാത്രകൾ, ശോഭായാത്രകൾ, എല്ലാറ്റിന്റെയും പണി ഒന്ന് തന്നെയാണ്, റോഡ് ബ്ലോക്കാക്കുക. പിറ്റേന്ന് പത്രത്തിൽ വരേണ്ട വെണ്ടക്ക വാചകം എന്താ? എല്ലാവരും കൊതിക്കുന്നത്, അത് സംഘടിപ്പിച്ച എല്ലാ നേതാക്കന്മാരും അനുയായികളും തുള്ളിച്ചാടി ഹാലളകി ലക്കുകെട്ടവരെ പോലെ, കള്ളുകുടിച്ചവരെ പോലെ ആടിപ്പാടി നടക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് പിറ്റേന്നത്തെ പത്രത്തിലെ വെണ്ടക്ക വാചകം എന്താ? ജനജീവിതം സ്തംഭിച്ചു, നഗരം നിശ്ചലമായി, നാട് നിശ്ചലമായി എന്നാണ്. 433 കോടി രൂപയുടെ നഷ്ടം, അല്ലേ? ഇത് കണ്ണുചോരയില്ലാത്ത മൃഗീയമെന്ന് പറയാൻ പറ്റില്ല, പൈശാചികമായ പ്രവൃത്തിയാണ്. കാരണം മൃഗങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം. ഈ സ്വാതന്ത്ര്യം എന്നത് നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വരവിശ്വാസി നിരീശ്വരവാദിയും എല്ലാം അടങ്ങുന്ന 45 കോടി ജനങ്ങൾ കുറച്ച് മെനക്കെട്ട് ചോര കൊടുത്തു നീര് കൊടുത്തു ഉണ്ടാക്കിയതാണ്. അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഇസ്ലാമിന്റെ അകത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിന്റെ പുറത്തുള്ള കാദിയാനികളുമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ള സമരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന മാർക്സിസമുണ്ട്. എന്നാലും ബാക്കി ആളുകളെല്ലാം കൂടിയാണ് ഈ സ്വാതന്ത്ര്യം ഇവിടെ നേടിയെടുത്തത്. നമ്മുടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ബൈബിളുമായി വന്ന വെള്ളപ്പട്ടാളം ഇവിടെ കുട്ടിച്ചോറാക്കിയപ്പോൾ അതിനെതിരെ ധീരമായ നിലപാടെടുത്ത് മുന്നേറാൻ മുന്നിൽ നിന്നവരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നെടുനായകന്മാരുണ്ട്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കുറച്ച് കൂടുതൽ പറയുന്നു സ്വാതന്ത്ര്യത്തെപ്പറ്റി. ഇർവിൻ പ്രഭുവും
അദ്ദേഹത്തിന്റെ ഭാര്യയും ഡൽഹിയിൽ സർക്കിട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടതിന് സന്തോഷിച്ച് പടച്ചതമ്പുരാന് നന്ദി പറഞ്ഞത് ഖാദിയാനികളല്ല, ബ്രിട്ടീഷുകാരല്ല, ക്രിസ്ത്യാനികളല്ല, പിന്നെയോ സമസ്തയാണ്. സമസ്തയാണ്. അങ്ങനെയൊക്കെയുള്ള ചില കരിനിഴലുകൾ നമ്മൾ കാണുന്നുണ്ട് പഴയ കാലങ്ങളിൽ. ഇപ്പോഴുള്ള ആളുകളല്ല. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ നേതാക്കന്മാര് മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു. വക്കം മൗലവി, ഇ കെ മൗലവി, മുഹമ്മദ് റഹ്മാൻ സാഹിബ്, കെ എം മൗലവി, സീതി സാഹിബ്, മൊയ്തു മൗലവി തുടങ്ങി എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു മുജാഹിദിന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് പ്രത്യേകമായി മുജാഹിദ് പ്രസ്ഥാനം ഇക്കാര്യത്തിൽ സംസാരിക്കുന്നു. ജനങ്ങളെ, നമ്മളായിട്ട് ഈ സ്വാതന്ത്ര്യം നശിപ്പിക്കരുത്. നമ്മളുടെ കയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാവുന്ന വിധത്തില്, ചലിക്കാവുന്ന വിധത്തിൽ പടച്ചതമ്പുരാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സഹോദരന്റെ മൂക്കിൻ തുമ്പിമേൽ തട്ടരുത്, അത്രയേ ഉള്ളൂ. നമ്മളെ ഓരോരുത്തരുടെയും കയ്യ് ആരാന്റെ മൂക്കിൻ തുമ്പിമേൽ തട്ടരുത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം നശിപ്പിക്കരുത്, റോഡ് മുടക്കരുത്, വഴി തടയരുത്, കട അടപ്പിക്കരുത്, കട തുറപ്പിക്കരുത്, സ്കൂള് വിടുവിക്കരുത്. ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ സ്കൂള് മുടങ്ങിയാൽ, ഒരു സ്കൂളിന്റെ ഒരു ദിവസം മുടങ്ങിയാൽ എത്ര ലക്ഷം, എത്ര കോടി രൂപയാണ്, എത്ര പഠനമാണ് മുടങ്ങുന്നത്. ഒരൊറ്റ ബന്ദ് കൊണ്ട്, ഹർത്താൽ കൊണ്ട്, പണിമുടക്കുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, മതപ്രസ്ഥാനങ്ങളെ എത്ര ലക്ഷം വിദ്യാർത്ഥികളാണ് തെരുവിലാകുന്നത്. എന്താണ് ഗുണം? എന്താണ് ഗുണം? എന്താണ് ഗുണം? ദോഷങ്ങളെ കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? അതുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട കച്ചവടക്കാർക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, കടകളടപ്പിക്കരുത്, കടകളടപ്പിക്കരുത്. ഈ രാജ്യത്തെ വാഹന ഉടമകളുടെയും പാവപ്പെട്ട ജീവനക്കാരുടെയും താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചതമ്പുരാന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, വാഹനങ്ങൾ തടയരുത്. ഉപദ്രവിക്കാൻ പാടില്ല, ഉപദ്രവം ഏൽക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ജനങ്ങളെ, ഈ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് നമ്മൾ നിയമം കയ്യിലെടുക്കരുത്. തല്ലിയാൽ തിരിച്ചു തല്ലരുത്, കല്ലേറ് വന്നാൽ തിരിച്ച് കല്ലെറിയരുത്, കൊന്നാൽ തിരിച്ച് കൊല്ലരുത്, കൊന്നാൽ തിരിച്ചു കൊല്ലരുത്. അങ്ങനെ നമ്മൾ ചെയ്താൽ ആര് ആരെ കൊല്ലണം, ആര് ആരെ കൊല്ലണ്ട എന്ന് ആർക്കും പറയാൻ പറ്റാതാകും. ഏതെങ്കിലും ഒരു വീട്ടിൽ ബലാത്സംഗം നടന്നാൽ ചില ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മുടെ പെങ്ങന്മാരെയും നെന്മക്കളെയും ബലാത്സംഗം ചെയ്യാൻ പറ്റും. എന്ത് വന്നാൽ നമ്മൾ ഓരോരുത്തരും കൊല്ലാനും തല്ലാനും തുടങ്ങിയാൽ. കാരണം എന്റെ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് നിങ്ങളാണ് എന്ന് അവര് വന്ന് പറഞ്ഞാൽ, അല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കുവോ? ഇല്ല. തല്ലാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ, കൊല്ലാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ, കട കത്തിക്കാൻ നമുക്ക് അധികാരമുണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും തല്ലാനും കൊല്ലാനും NDF-ന് അധികാരമുണ്ടെങ്കിൽ, സിമിക്ക് അധികാരമുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിക്ക് അധികാരമുണ്ടെങ്കിൽ, RSS-നും VHP-ക്കും ബജറംഗ് ദളിനും അധികാരമുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കൂലേ? നടക്കും. അത് വേണോ? പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടിയിട്ട് നമ്മൾ തന്നെ നിയമം കൈകാര്യം ചെയ്യണോ? നിങ്ങൾ പറയൂ, ആലോചിച്ചു നോക്കൂ അതിനെപ്പറ്റി. എങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക? മോഷണങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ കട്ടവന്റെ കൈമുറിക്കുക. നമ്മൾ ഓരോ മതസ്ഥരും അവരവരുടെ നിയമമനുസരിച്ച് നടപ്പാക്കുകയെ, ഓരോ വ്യക്തിയും അവനവന്റെ ഇഷ്ടമനുസരിച്ച് നടപ്പാക്കുകയെ. എന്താ സ്ത്രീധനം വാങ്ങിയ പിശാചായ മുജാഹിദ് പ്രവർത്തകനെ നമ്മൾ ചെയ്യേണ്ടത്? കട്ടവനെ എന്താ ചെയ്യേണ്ടത്? വ്യഭിചരിച്ചവനെയും ബലാത്സംഗം നടത്തിയവനെയും എന്താ ചെയ്യേണ്ടത്? പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കിയ കച്ചവടക്കാരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 പൈസ വിലയുള്ള ചരട് മന്ത്രിച്ചൂതി തുപ്പല് പുരട്ടിയിട്ട് 200 വിൽക്കുന്ന കച്ചവടക്കാരനായ മുസ്ലിയാരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഴയ ഓലയിൽ എഴുതിയ ജാതകം മാറ്റിയിട്ട് പിന്നീട് അടുപ്പത്ത് പുകയത്ത് വെച്ചിട്ട് പഴയതാക്കി പുതിയ ജാതകമുണ്ടാക്കിയ കള്ളത്തരത്തിന് കൂട്ടുനിന്ന ഗണികന്മാരെയും പണിക്കന്മാരെയും ജ്യോതിഷക്കാരെയും എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? കുറ്റിപ്പുറത്തെ
അബ്ദുന്നൂർ മുസ്ലിയാരെ ബാക്കവിയെ, കോടിക്കണക്കിന് ഉറുപ്പിക തട്ടിപ്പ് നടത്തിയ ബാക്കവിയെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും നടപ്പാക്കേണ്ടതാണോ? അല്ല, അതിനൊക്കെ നിയമം ആവശ്യമാണ്. ഇന്നയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടത് ആരാണ് എന്നതാണ് ചോദ്യം. ഇന്നയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള അധികാരം ആർക്കാണ്? അത് കോടതിക്കാണോ എനിക്കാണോ? 714 കോടി മനുഷ്യന്മാർക്കാണോ അതല്ല കോടതിക്കാണോ? ശിക്ഷ നടപ്പാക്കേണ്ടത് ആരാച്ചാരാണോ അതല്ല ഞാനാണോ? ഞാനാണെന്ന് പറഞ്ഞാൽ 714 കോടി മനുഷ്യന്മാർക്കും അതിന് അധികാരം. എനിക്കധികാരമുണ്ട്, നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിമിന് അധികാരമുണ്ട്, ഹിന്ദുവിന് അധികാരമില്ലെന്ന് പറയാൻ പറ്റുമോ? NDF-ന് അധികാരമില്ല, RSS-ന് അധികാരമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലളിതമായി നമ്മൾ മനസ്സിലാക്കുക, ഇന്നയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ കുട്ടിച്ചോറാകും. NDF-കാരൻ ചോദിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നു, കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. വഅഇദുലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ, ആയുധ പരിശീലനം നടത്തണം, ആയുധ ശേഖരണം നടത്തണം. ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ആരോടാ പറഞ്ഞത്? ശരി, NDF-കാരാ, നിങ്ങളുടെ അനുജൻ കട്ടാൽ വീട്ടിൽ കത്തിയില്ലേ? ഉണ്ട്. നിങ്ങൾക്ക് കയ്യിന് എല്ലില്ലേ? ഉണ്ട്. അനുജന് കയ്യില്ലേ? ഉണ്ട്. മുറിക്ക് ഇല്ലല്ലേ? പിന്നെ RSS-കാരെ തല്ലാൻ മാത്ര ഖുർആൻ ആണോ? ഇവിടെയാണ് വിഷയം. അപ്പോൾ ആരെ ശിക്ഷിക്കണം? തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം. ആരാ തെറ്റ് ചെയ്തത്? ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയാ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. അതാണോ? അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നോക്കുക, മറാട് എത്ര കൊല്ലങ്ങളായി ആളുകൾ കോടതിയിലും കേസിലുമാണ്, ജയിലിലുമാണ്. നീതാ ജീവപര്യന്തം അല്ലേ? ഇനി മാറാട് 1-ാം കേസ് വിചാരണ നടക്കാനിരിക്കുന്നുണ്ട്, അവിടെയും കുറെ ജീവപര്യന്തം. ഇസ്ലാമിന് 1 ഇഞ്ച് വളർച്ച ഉണ്ടായോ? ഹിന്ദു മതത്തിന് 1 ഇഞ്ച് വളർച്ച ഉണ്ടായോ? മാറാട്, ബേപ്പൂര് ഇല്ല. വർഷങ്ങളായി തണുത്ത് മരവിച്ച് മരിച്ച് ചത്ത് വിണ്ടുകീറി വരണ്ട് കിടക്കുന്നു ആ സ്ഥലങ്ങളിൽ. ഇസ്ലാമിന്റെ പ്രചാരണം നടന്നോ? ഹിന്ദു മതത്തിന്റെ പ്രചാരണം നടന്നോ? ഇല്ല. തീവ്രവാദം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? കാശ്മീരിൽ, അഫ്ഗാനിസ്ഥാനിൽ, ശ്രീലങ്കയിൽ നഗാ ഒളിപ്പോരാളികൾ, ബോഡാ കലാപകാരികൾ, ഫലസ്തീൻ, ഒരുപാട് നാടുകളിൽ എന്ത് നേട്ടമുണ്ടായി തീവ്രവാദം കൊണ്ട് എന്ന് ചിന്തിക്കുക. ആദ്യമൊക്കെ വലിയ ആവേശമായിരിക്കും, മസിൽ പവർ, ആയുധങ്ങള്, പണം, എന്നിട്ട് ശത്രുക്കളെ കാച്ചാൻ നോക്കും. കുറെ കാലം കഴിയുമ്പോ ശത്രുക്കളെ കിട്ടാതാകും. അപ്പൊ സ്വന്തം സഹോദരന് നേരെ വെടിവെക്കും. കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് സ്വന്തം ആളുകളുടെ തോക്കുകൊണ്ടാണ്. തീവ്രവാദം കൊണ്ട്, ഭീകരപ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്ത് എവിടെ എന്ത് നേട്ടമുണ്ടായി? പേടിക്കാൻ അല്ലേ? ആര് പേടിക്കാൻ? മുസൽമാനെ 85% വരുന്ന ഹിന്ദുക്കളെ പേടിക്കാനോ അതോ മുസ്ലിങ്ങളെ പേടിക്കാനോ? എങ്ങനെയുണ്ട്? ആര് പേടിക്കാൻ? പോലീസിനെ കാണുമ്പോ പേടിക്കാനാ? ഒളിച്ചോടാനാ? ഇതാണോ NDF-ന്റെ ധൈര്യം? പോലീസിനെ കാണുമ്പോ പേടിച്ച് ഓടി ഒളിക്കാനാണോ? അതിനുവേണ്ടിയാണോ? മറ്റുള്ളവരെ പിടിപ്പിക്കാനും പേടിപ്പിക്കാനും പീഡിപ്പിക്കാനുമാണോ? പാവപ്പെട്ട നിരപരാധികളെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് കണ്ടാലും ഒന്നും ചെയ്യാതിരിക്കാനാണോ? പിന്നെ ചില പൊട്ടത്തരങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണോ? ഇല്ല. നിയമപരമായ സുരക്ഷിതത്വമാണ് നമുക്ക് ആവശ്യം, നിർഭയത്വമാണ് നമുക്ക് ആവശ്യം. ഉള്ള ജനാധിപത്യ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണതിനുള്ള മാർഗം. അതുകൊണ്ട് നമ്മൾ നിയമം കയ്യിലെടുത്താൽ നമ്മുടെ മതസ്വാതന്ത്ര്യം നശിക്കും. ആളുകൾ കേൾക്കട്ടെ. കൊന്നാലേ ഓമിനൊന്നും കേൾക്കൂല. നമ്മുടെ ശത്രുവാണ് നമ്മൾ വിചാരിക്കുന്നവൻ മരിച്ചുപോയാൽ, അവൻ തൗഹീദ് കിട്ടാതെ മരിച്ചുപോയല്ലോ എന്ന് ദുഃഖിച്ച് കരയുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളാണോ NDF-കാർ, ജമാഅത്തെ ഇസ്ലാമിക്കാർ? അനിസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനെ വാളുകൊണ്ട് നേരിടണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി
നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായിയാണോ? ഏതെങ്കിലും ഒരു ജൂതൻ തൗഹീദ് കിട്ടാതെ മരിച്ചു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയുന്നു. അതാണോ വിശ്വാസിയുടെ നയം? അതെ എങ്കിൽ ശത്രു ഓം വരുന്നുണ്ട് ഓലി നമ്മളെ പറ്റിയാ സംസാരിക്കുന്നത്, അവരൊക്കെ നമ്മൾ എതിരാളികളാ എന്ന് പറഞ്ഞിട്ട് ശത്രുത ഉണ്ടാക്കാനാ ഇസ്ലാം പഠിപ്പിച്ച്? അല്ല. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമല്ല. ഇത് ഫൗബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ തടുക്കണം. ഫൈദല്ലദീ ബൈനകോ ബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം, എങ്കിൽ നീയുമായി ആര് ശത്രുതയിലാണോ അവൻ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ, ക്ഷമിക്കുന്നവർക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റൂ. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം, മഹാഭാഗ്യശാലിക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റൂ. ഖുർആൻ പറയുകയാണ്, പടച്ചവൻ പറഞ്ഞത് സത്യമാണ്, പച്ചപ്പരമാർത്ഥമാണ്. അതിവിടെ പുലരണം, അതിവിടെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ക്ഷമ വേണം, പടച്ചതമ്പുരാന്റെ ഭാഗ്യം വേണം. ആ ഭാഗ്യം നേടിയെടുക്കാൻ നമ്മൾ ക്ഷമിക്കണം. ശരി ജനങ്ങളെ, ഇത് താൽക്കാലികമായ ഒരു സംവിധാനമാണ്, ഒരു സ്ഥിരം സംവിധാനം ആവശ്യമാണ്. അതിനെപ്പറ്റിയാണ് മുജാഹിദ് പ്രസ്ഥാനം മർമ്മപ്രധാനമായി പറയുന്നത്. എന്നും ഇങ്ങനെ ആറ്റിത്തണുപ്പിച്ചു മുന്നോട്ട് പോയാൽ പോരാ, അടിസ്ഥാനപരമായ പരിഹാരമുണ്ടാകണം. എന്താണ് പരിഹാരം? വർഗീയത നിലനിൽക്കാൻ, ജാതീയത നിലനിൽക്കാൻ, ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ? മതങ്ങളോടും മതസ്ഥരോടും ഉള്ള എതിർപ്പാണ്. എന്റെ മതം നിങ്ങളുടെ മതം വേറെ, നിങ്ങളുടെ ആരാധ്യൻ എന്റെ ആരാധ്യൻ വേറെ, ഓരോരുത്തരും വേറെ ആരാധ്യന്മാരെ. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. കാരണം അവർ വർഗീയവാദികളാണ്. ശ്രീരാമനെ ആരാധിക്കുന്നവർ ഒരാൾ പോലും യേശുവിനെ ആരാധിക്കില്ല, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. കാരണം വർഗീയവാദമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ശ്രീരാമനെ ആരാധിക്കുകയില്ല. കാരണം വർഗീയവാദം. ഈ വർഗീയതയാണ് നമ്മുടെ രാജ്യത്തെ വർഗീയ ലഹളകൾക്ക്, കലഹങ്ങൾക്ക്, കലാപങ്ങൾക്ക് വഴിമരുന്നിടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെ സെലക്ട് ചെയ്യാൻ പറ്റും? എല്ലാവരും ഇനിമേൽ യേശുവിനെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാലോ, ശ്രീരാമനെ ആരാധിക്കണമെന്ന് പറഞ്ഞാലോ, മുഹീദ്ദീൻ ശൈഖിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാലോ, അതൊക്കെ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡാണ്, അല്ലേ? യേശുവിനെ ആരാധിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം, ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രം, ശ്രീരാമനെ ആരാധിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സമസ്ത മാത്രം. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാന പ്രവാചകൻ വരെ മുന്നിൽ വെച്ച ഒരു പരിഹാരമാണ്. സൂറത്ത് ബഖറ 21-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഹിന്ദുക്കളെ എന്നല്ല, ക്രിസ്ത്യാനികളെ എന്നല്ല, മുസ്ലിങ്ങളെ എന്നല്ല, സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നല്ല, മറിച്ച് യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച, ലഅല്ലക്കും തത്തഖൂൻ, എന്നാ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറിയേക്കാം. അപ്പോൾ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പടച്ച തമ്പുരാൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ബൗദ്ധന്റെ, ജൂതന്റെ, ജൈനന്റെ സ്രഷ്ടാവ്. ആർക്കാ എതിർപ്പ്? ആർക്കാ മനസ്സിലാകായിക? എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ ഭാഷയും അറിയുന്ന, എല്ലാ ദേശവും അറിയുന്ന, എല്ലാ ഭാഷക്കാരെയും അറിയുന്ന ഒരേ ഒരുവൻ, ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്. അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം ദുആയിരക്കുക, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യാം. എങ്കിൽ മനുഷ്യർക്കെല്ലാവർക്കും ഒന്നാകാനുള്ളൊരു വഴിയാണ്. ഒരുപാട് കാര്യങ്ങൾ വേറെ അനുബന്ധമായി വരും. എന്നാൽ ദൈവവിശ്വാസത്തിലെ വ്യത്യാസമാണ് വർഗീയ ലഹളയുടെ അടിസ്ഥാനം. ജനങ്ങളെ
RSSും NDFും ജമാഅത്തെ ഇസ്ലാമിയും സിമിയും ബജറംഗ് ദളും ഒക്കെ ആരാധിക്കുന്നത് ഒരൊറ്റ പടച്ചതമ്പുരാനെയാണെങ്കിൽ പ്രശ്നം തീർന്നു. ഫലസ്തീൻ അവസാനിച്ചു. ഇസ്രായേലിന്റെ ദൈവമാണ് ഫലസ്തീനികളുടെ ആരാധ്യൻ എന്ന് വന്നാൽ, അമേരിക്കയുടെ പടച്ചോനാണ് സെർബുകളുടെ പടച്ചോൻ എന്ന് വന്നാൽ പിന്നെ എന്തിനടി കൂടണം? എന്തിന് ബഹളമുണ്ടാക്കണം? എന്തിന് യുദ്ധമുണ്ടാക്കണം? അത് ആവശ്യമില്ല. ഇതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി അവതരിപ്പിക്കുന്ന ആശയം. നമ്മളെല്ലാവരും ഒരു പടച്ച തമ്പുരാന്റെ അടിമകളാണ്. നമ്മളെല്ലാവരെയും പടച്ചത് ഒരേ ഒരുവനാണ്. ജനങ്ങളെ ഹിന്ദുവിനെ മാത്രമായോ ക്രിസ്ത്യാനിയെ മാത്രമായോ മുസ്ലിമിനെ മാത്രമായോ ജൂതനെ മാത്രമായോ ആരും പടച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ദൈവമാണ് ഫലസ്തീനിയുടെ ദൈവം. ഇസ്രായേലിനെ പടച്ച അതേ കരങ്ങളാണ് ഫലസ്തീനിയെ പടച്ചത്. ഹിന്ദുവിന്റെ ദൈവമാണ് മുസൽമാന്റെ ദൈവം, അല്ലേ? അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ സൂറത്ത് ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, യാ യുഹന്നാസു മനുഷ്യരെ ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു, പരിപാലിച്ചു, സംരക്ഷിച്ചു. ജനനം, മരണം, നിലനിർത്തൽ, സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാറ്റിന്റെയും ഉടയവനായ പടച്ച തമ്പുരാൻ സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഹദാ ഖൽഖുല്ലാഹി, ഇദാ അല്ലാഹുവിന്റെ പടപ്പ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന്. നോക്കണം, ലോകത്ത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്നു. അതിനു മുമ്പേ ഈ പ്രപഞ്ചം ഇവിടെ കംപ്ലീറ്റ് ആണ്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ വന്നു. അതിനു മുമ്പേ ഈ പ്രപഞ്ചം മുഴുവനായും ഉണ്ട്. 2050 കൊല്ലം മുമ്പ് കന്യാമറിയം എന്ന വലിയത്തുല്ലാഹി മറിയം റളിയല്ലാഹു തആല അൻഹ വന്നു. അതിനു മുമ്പേ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. 2009 കൊല്ലം മുമ്പ് ഈസാ നബി യേശു ക്രിസ്തു അലൈഹിസ്സലാം വന്നു. ഈ പ്രപഞ്ചം അതിനു മുമ്പേ എല്ലാം ഉണ്ട്. 1000 കൊല്ലം മുമ്പ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിൽ വന്നു. അതിനു മുമ്പേ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. 900 കൊല്ലം മുമ്പ് റിഫായി ശൈഖ് വന്നു. അതിനു മുമ്പേ ഈ ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയുണ്ട്. ആരും ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും, ഒരിറ്റു വായു പോലും, ഒരു തരി മണ്ണ് പോലും പടച്ചവനല്ലാതെ ആരും ഇവിടെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അതാണ് പടച്ച തമ്പുരാന്റെ ചോദ്യം, ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്ന്. 170 കൊല്ലം മുമ്പ് മമ്പറം സയ്യിദ് അലവി അദീലവി തങ്ങൾ വന്നു. 165 കൊല്ലം മുമ്പ് വെളിയങ്കോട് ഉമർ ഖാദി വന്നു. 158 കൊല്ലം മുമ്പ് കൊണ്ടോട്ടി തങ്ങൾ വന്നു. 28 കൊല്ലം മുമ്പ് മൊനമ്പത്തെ ബീവി വന്നു. 500 കൊല്ലം മുമ്പ് അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിസ്തി വന്നു. 60 കൊല്ലം മുമ്പ് വേങ്ങര കോയപ്പാപ്പ, പെരിങ്ങത്തൂർ അന്തർപ്പാപ്പ, മടവൂർ ഔലിയ തുടങ്ങിയവർ വന്നു. കുരുമുളക് ഉസ്താദ് വന്നു. പലരും വന്നു. ജനങ്ങളെ, അവർക്കാർക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ, പരിപാലനത്തിൽ, നടത്തിപ്പിൽ, നിർമ്മാണത്തിൽ, സൂര്യൻ ഉദിപ്പിക്കുന്നതിൽ, അസ്തമിപ്പിക്കുന്നതിൽ യാതൊരു പങ്കും വഹിക്കേണ്ടി വന്നിട്ടില്ല. പടച്ചോനൊന്നും ബാക്കി വെച്ചിട്ടില്ല. ശ്രീരാമൻ വന്നിട്ട് പറയാണ്, ഒരു നക്ഷത്രത്തിന്റെ കുറവുണ്ട്, ഞാനതങ്ങ് ഉണ്ടാക്കാം. ഇല്ല. ശ്രീകൃഷ്ണൻ വന്നിട്ട് പറയാണ്, ഒരു ചന്ദ്രന്റെ കുറവുണ്ട്, ഞാനത് ഉണ്ടാക്കാം. ഇല്ല. ഒരു കടലിന്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറയേണ്ടി വന്നിട്ടില്ല. ആർക്കും പടച്ച തമ്പുരാൻ അത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാം അവൻ തന്നെ ചെയ്തു. എങ്ങനെ? ഒറ്റക്ക്. അതാണ് സൂറത്ത് ബഖറയിലെ 117-ാമത്തെ വചനം. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ പടച്ചവൻ. കോൺട്രാക്ടർ ഇല്ല, എഞ്ചിനീയർ ഇല്ല, തൊഴിലാളികളില്ല, അസംസ്കൃത പദാർത്ഥങ്ങളൊന്നുമില്ല. കുൻ ഫയകൂൻ, ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, ഉണ്ടാകും. എത്ര ലളിതമായ ഗംഭീരമായ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം മുഴുവൻ നിർവഹിച്ചത് പടച്ച തമ്പുരാൻ.
ആ പടച്ച തമ്പുരാൻ ബിംബമുണ്ടോ, ജാറമുണ്ടോ, ചിത്രമുണ്ടോ? അവൻ പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ ആണോ? അല്ല. മണ്ഡപമോ ശ്രീകോവിലോ അൽത്താരയോ പ്രതിഷ്ഠയോ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് പൂരമോ മഹോത്സവമോ പള്ളിപ്പെരുന്നാളോ യാഗമോ ഹോമമോ താലപ്പൊലിയോ തെറയോ അപ്പവാണിഭമോ ഉറൂസ് മുബാറക്കോ ചന്ദനക്കുടമോ വേണ്ട. കോടി കോടി ഉറുപ്പിക നശിപ്പിച്ചുകൊണ്ട് ആനകളെ പോറ്റണ്ട, ചെണ്ട കൊട്ടണ്ട, മിഴാവ് കൊട്ടണ്ട, തബല വായിക്കണ്ട, പടക്കം പൊട്ടിക്കണ്ട, കരിമരുന്ന് പ്രയോഗം നടത്തണ്ട. കാരണം പടച്ചോന് ബിംബമില്ല, ജാറമില്ല, ദർഗയില്ല. അവൻ പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ല. എങ്കിൽ മതഘോഷയാത്രകൾ ആവശ്യമില്ല. എന്തിനാ മതഘോഷയാത്ര? അന്യ മതസ്ഥര് റോഡരികിൽ തടിച്ചുകൂടി നിൽക്കുന്നു, അവരൊക്കെ കണ്ടും കേട്ടും ഞെട്ടാൻ. ഓരോ മതവിഭാഗവും പ്രകടനം നടത്തുന്നത് ദൈവം കാണാനാണോ? ദൈവങ്ങൾ കാണാനാണോ? ഔലിയാ തങ്ങന്മാര് ബീവിമാര് കേൾക്കാനാണോ? അല്ല. എന്തിനാ റോട്ടിൽ കൂടെ ആളില്ലാത്ത സ്ഥലത്ത് കൂടെ പോകാത്ത? എന്താ? ആള് കാണാനാണ്. ആളുകളുടെ റബ്ബായ പടച്ചോൻ കാണാനല്ല, ഒരു ദൈവവും കാണാനല്ല. ഇത് അല്പത്തരമാണ്, അഹങ്കാരമാണ്, പൊങ്ങച്ചമാണ്. പ്രകടനം എന്നല്ലേ പേര് തന്നെ. അതുകൊണ്ട് 1987 കുറ്റിപ്പുറത്ത് ചേർന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനം വിനീതമായി രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, മതഘോഷയാത്രകൾ നിരോധിക്കണം. മുജാഹിദ് പ്രസ്ഥാനം മതസംഘടനയാണ്. മുജാഹിദ് പ്രസ്ഥാനം മതസംഘടനയാണ്. മതമുണ്ട്, മതം ആളുകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രകടനം നല്ലതല്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, മതഘോഷയാത്രകൾ നിരോധിക്കണം. എന്തിന് മതഘോഷയാത്ര? ആള് കാണാൻ. ദൈവമല്ലേ കാണേണ്ടത്? മന്ത്രധ്വനികളായിരുന്നു മുമ്പ്. ഇപ്പോ മുസ്ലിയാക്കന്മാരും ശാന്തികളും വികാരിമാരും പാതിരിമാരും പുരോഹിതന്മാരും കപ്പിയാന്മാരും മാർപ്പാപ്പവര മെത്രാപ്പൊലീത്ത ബിഷപ്പ് അടക്കമുള്ള വാർത്തയാക്കീസ് അടക്കമുള്ള എല്ലാവരും കൂടി മതത്തെ ഇങ്ങനെയാക്കി മാറ്റി. ദൈവങ്ങൾക്ക് ചെവി കേട്ടുകൂടാ, ഭയങ്കര ഒച്ചയിൽ ഹാ ഹേ അല്ലാ, ഹോ അല്ലാ, ഹാ അല്ലാ, ആടിയും പാടിയും ഒച്ചയിട്ടും മുസ്ലിയാക്കന്മാര് ഭ്രാന്തന്മാരെ പോലെ അലറുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ആരെയാ വിളിക്കുന്നത്? കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ വരെ അറിയുന്ന, മനസ്സിന്റെ ഉള്ളിൽ മറച്ചു വെച്ചതറിയുന്ന പടച്ച തമ്പുരാനെയാണ് ഹാ ഹേ ഹോ ഹേ ഹം എന്ന് വിളിച്ചു പറയുന്നത്, അല്ലേ? മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നാം അറിയുന്നു. ജീവനാടിയേക്കാളേറെ മനുഷ്യനോടടുത്തവനാകുന്നു നാം. ഈ പടച്ച തമ്പുരാനെയാണ് പടക്കം പൊട്ടിച്ചിട്ട്, ബാണം വിട്ടിട്ട്, കരിമരുന്ന് പ്രയോഗം നടത്തിയിട്ട്, ഗജവീരന്മാരെ എഴുന്നള്ളിപ്പിച്ചിട്ട് ആരാധിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുളം നേർച്ചക്കെതിരെ അവിടുത്തെ ഖത്തീബ്, അവിടുത്തെ മുസ്ലിയാര്, അവിടുത്തെ കാളിയര് മിമ്പറിന്മേൽ വെച്ച് പ്രസംഗിച്ചു. മിമ്പറിന്മേൽ വെച്ച് പ്രസംഗിച്ചു. തലേന്ന് മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് വന്നിട്ട് മുസ്ലിയാരെ ഭീഷണിപ്പെടുത്തി പറയരുത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖത്തീബാണ്, മിമ്പർ സത്യം പറയാനുള്ള സ്ഥലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ പത്രത്തിലുണ്ട് ഏത് പള്ളിയിൽ നിന്ന് ഇന്ന വിഷയം പറയണമെന്ന്. പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് പറയണമെങ്കിൽ മിമ്പർ കിട്ടൂല. മുസ്ലിയാക്കന്മാർക്ക് മിമ്പറില്ല സത്യം പറയാൻ. മുസ്ലിയാക്കന്മാർക്ക് മിമ്പറില്ല സത്യം പറയാൻ. അത് നിലത്തുനിന്ന് പറയണം, അല്ലെ? ഗുലാമന്തളിലെ സുന്നി മഹലിൽ താമസിക്കുന്ന ജനങ്ങളെ ഈ പരിപാവനമായ മിമ്പർമ കയറിയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഭാഷയിൽ, ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ പറയാൻ മുസ്ലിയാക്കന്മാർക്ക് അവസരമില്ല. എങ്ങനല്ലാതായി? അവരവർ തന്നെ നശിപ്പിച്ചതാണ്. അഥവാ അവയുടെ തൂണുകൾ, അടിസ്ഥാനങ്ങൾ അറബിയിലാകണം, ദൂനമാദാഹ, മറ്റുള്ളവയല്ല എന്നാണ് കിതാബുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഉസ്താദുമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ശരി തന്നെയല്ലേ? ഈ സ്റ്റേജിന് 4 തൂണുണ്ട്.
തൂണ് എന്ന് പറഞ്ഞാൽ എല്ലാം തൂണ അല്ല, ബാക്കിയുള്ള കുറെ സംഗതികളുണ്ട്. തൂണ് മാത്രമേ അറബി പറയേണ്ടതുള്ളൂ, ബാക്കിയില്ല. മലയാളത്തിൽ നമസ്കരിക്കാം എന്നാണ് സമസ്തയുടെ കിതാബിൽ പറയുന്നത്, ഉംദയിൽ പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയാൻ അറിയാത്തോന് ഏത് ഭാഷയിലും നിസ്കരിക്കാം. കഷ്ടം, കഷ്ടം. അല്ലാഹു അക്ബർ എന്ന് പറയാൻ അറിയാത്തോ ഇസ്ലാമാവോ ചങ്ങാതി? അല്ലാഹു അക്ബർ എന്ന് പറയാൻ അറിയാത്തോ മുസ്ലിമാവോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കണ്ടേ ഒരാൾ മുസ്ലിമാകണമെങ്കിൽ? വേണ്ടേ? എന്നിട്ട് പിന്നെ അവൻ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അറിയാതാവോ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അറിയാത്തവന് നമസ്കാരം പോലും മലയാളത്തിലാക്കാമെങ്കിൽ ഖുതുബ അറബിയിൽ തന്നെയാകണമെന്ന് ശഠിക്കുന്നത് എന്ത് വിവരമാണ്? അപ്പോൾ സർവശക്തനായ പടച്ചതമ്പുരാനെ ആരാധിക്കണം, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അവനോട് മാത്രം ദുആയിരക്കണം എന്ന ആശയം പടച്ചതമ്പുരാന്റെ അടിമകളായ സത്യവിശ്വാസികൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ജനങ്ങളെ, പല കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പച്ചയായി വെട്ടിത്തുറന്ന് പറയാൻ നമ്മുടെ ഉസ്താദുമാര് മടിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ മതഘോഷയാത്രകൾ, കരിമരുന്ന്, പടക്കം, ഭയങ്കരമായ ശബ്ദത്തിൽ ഉറക്കെ 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 ഒച്ചയുണ്ടാക്കിയിട്ട് പരിപാടി സംഘടിപ്പിക്കുന്ന എന്തിനാ? ആള് കാണാനാണ്. അതല്ല വേണ്ടത്. പടച്ചതമ്പുരാൻ കാണുകയാണ്, അവൻ അറിയുകയാണ്, അവൻ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അല്ലേ? ദൈവങ്ങൾക്ക് ചെവി കേട്ടുകൂടാ എന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. എല്ലാം കാണാൻ, എല്ലാം കേൾക്കാൻ, എല്ലാം അറിയാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു പടച്ചവനേ ഉള്ളൂ, അല്ലേ? ആണ്. ഇപ്പോൾ മഹാത്മാക്കളായ അമ്പിയാ ഔലിയാക്കന്മാർ ഈ ലോകത്ത് വന്നു. വലിയ കഴിവുള്ളവർ, വലിയ അറിവുള്ളവർ, മോജിസത്തുകളും കറാമത്തുകളും എല്ലാം ഉള്ളവർ, അല്ലേ? ഓരോ മതസ്ഥർക്കും അവരവരുടെ ആരാധ്യ പുരുഷന്മാരിൽ വലിയ വിശ്വാസമാണ്. എന്നാൽ ആർഷ സംസ്കാരത്തിന്റെ ഈറ്റില്യമായ ഭാരതത്തിന്റെ ഓമനപുത്രനായ ആദർശത്തിനു വേണ്ടി അധികാരം വിട്ട് കാട്ടിൽ പോയ മഹാനായ ശ്രീരാമൻ, ആ ശ്രീരാമന്റെ പ്രിയപ്പെട്ട ഭാര്യ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ ശ്രീരാമൻ അറിഞ്ഞില്ല, സഹോദരൻ ലക്ഷ്മണൻ അറിഞ്ഞില്ല. ലക്ഷ്മണരേഖ വരച്ച് ഭദ്രമാക്കിയിട്ടാണ് പോയത്, അറിഞ്ഞില്ല. സീതാദേവി ആരാണ്? ജാനകിയാണ്, ജനക മഹാരാജാവിന്റെ പുത്രിയാണ്, ഭൂമിദേവിയുടെ പുത്രിയാണെന്നും ഒരു കൗലുണ്ട്. എന്നാൽ സീതാദേവി അറിഞ്ഞില്ല. എല്ലാം അറിയുന്നവൻ പടച്ചതമ്പുരാൻ മാത്രം. ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. കൊടപ്പനക്കൽ തറവാട്ടിലെ ലോകത്തെ മുസ്ലിങ്ങള്, ഒരുപാട് മുസ്ലിംകൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകം ബഹുമാനിക്കുന്ന കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഷരീഫ ബീവി മരണമടഞ്ഞു. വിവരം ലോകം മുഴുവൻ അറിഞ്ഞു. ശിഹാബ് തങ്ങൾ മാത്രം അറിഞ്ഞില്ല, സ്വന്തം ഭർത്താവ് മാത്രം അറിഞ്ഞില്ല. എന്തേ കാരണം? അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്തുകൊണ്ടറിഞ്ഞില്ല? പറയണ്ട എന്ന് വെച്ചു. എന്തുകൊണ്ട് പറയണ്ട എന്ന് വെച്ചു? രോഗം കുറച്ച് കഠിനമാണ്. സുഹൃത്തുക്കൾ അറിഞ്ഞു, ശുശ്രൂഷിക്കുന്നവരറിഞ്ഞു, നഴ്സുമാരറിഞ്ഞു, ഡോക്ടർമാരറിഞ്ഞു. എന്തുകൊണ്ട് ശിഹാബ് തങ്ങൾ അറിഞ്ഞില്ല? ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. അദ്ദേഹം പതിവ് പോലെ ചിരിച്ചു, അദ്ദേഹം പതിവ് പോലെ ഭക്ഷണം കഴിച്ചു. സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോ ശിഹാബ് തങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. എന്താ കാരണം? അറിഞ്ഞില്ല. 23 ദിവസം കഴിഞ്ഞിട്ടാ വന്നത്. എയർപോർട്ടിലെത്തിയപ്പോ ബന്ധുമിത്രാദികളൊക്കെ മ്ലാനമായ മുഖവുമായി സ്വീകരിച്ചു. ശിഹാബ് തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടുവന്നു. കൊടപ്പനക്കൽ തറവാട്ടിലെത്തി പൂമുഖത്തെത്തിയപ്പോഴും ഷരീഫ ബീവിയുടെ പൂമുഖം കണ്ടില്ല. അപ്പോഴാണ് മകൻ ഓടി വന്നിട്ട് പറയുന്നത്, വാപ്പാ, ഉമ്മ പോയി എന്ന്. പടച്ചതമ്പുരാൻ പറയുന്നു, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഇതാണ് വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, സംശയങ്ങൾ ചോദിക്കാൻ 2 പെണ്ണുങ്ങൾ വരുന്നു.
റസൂലുള്ള റൂമിലാണ്, അവര് മുറ്റത്താണ്, പൂമുഖത്തുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. ബിലാലെ, നബിയോട് ഒരു സംശയം ചോദിച്ചു വാ. ഞങ്ങളാ വന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, സംശയത്തിന് മറുപടി കിട്ടിയാൽ മതി. ചെന്നപ്പോഴേ റസൂലുള്ള ചോദിക്കുകയാണ്, ആരാ വന്നിരിക്കുന്നത്? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇംറഅത്തുൻ മിനൽ അൻസാരി വസൈനബ്, ഒരു അൻസാരി പെണ്ണാണ്. പിന്നെയോ ഒന്ന് നമ്മളെ സൈനബത്താത്തയാണ്. അപ്പോ റസൂൽ ചോദിക്കുകയാണ്, അയ്യുസയാനിബ്ഹിയ, ഏത് സൈനബയാണ്? സൈനബമാരിൽ ഏതാ? കുറെ സൈനബമാരുണ്ട്. നബിക്ക് തന്നെ 2 ഭാര്യമാരെ പേര് സൈനബുണ്ട്. അപ്പൊ ആരാന്നാ ചോദിക്കുന്നത്? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ലാ യഅലമു ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. ഖൈബർ യുദ്ധത്തിന് പോവുകയാണ്. മടങ്ങി വരുമ്പോൾ വിഷം പുരട്ടിയ, മസാല പുരട്ടിയ നല്ല മാംസം വേവിച്ചു കൊടുത്തു ജൂതപ്പെണ്ണ്. ആഹാ, നമ്മളെ കൊല്ലാൻ നോക്കുകയാണല്ലേ, ഔലിയാക്കന്മാരോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ നമുക്കറിയടോ, കൊല്ലടാ അവളെ എന്ന് അറിഞ്ഞില്ല. കൂടെ ഭക്ഷണം കഴിച്ച ഒരു സഹാബി മരിച്ചു വീണു. അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴേക്ക് വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷം ഹിജറ 11-ാമത്തെ വർഷം റബീഉൽ അവൽ 11-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറയുകയാണ്, യാ ആയിഷ ലാ തസാലുൽ അക്ലത്തുല്ലത്തി അകൽതുഹാ ബിഖൈബറ തഫ്അലു ബി, അന്ന് ഞാൻ ഖൈബറിൽ വെച്ച് കഴിച്ച ഭക്ഷണം ഇപ്പോൾ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ വിഷം എന്തുകൊണ്ട്? ലാ യഅലം മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിൽ നിന്ന് സ്വന്തം മാല കാണാതെ പോയി, ഊരിപ്പോയി. സ്വന്തം കഴുത്തിൽ നിന്ന് സ്വന്തം മാല അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ലാ യഅലം മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. തിരയാൻ വേണ്ടി നടന്നു. സമയമായപ്പോ നബിയും സഹാബത്തും ഒക്കെ പുറപ്പെട്ടു പോയി. കുറ്റിക്കാട്ടിൽ ആയിഷ ബീവി ഒറ്റക്കായി. അറിഞ്ഞില്ല ആയിഷ ബീവി ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് ഭർത്താവായ നബി അറിഞ്ഞില്ല, പിതാവായ സിദ്ദീഖുൽ അക്ബർ അറിഞ്ഞില്ല, കൂട്ടുകാരും നാട്ടുകാരും അറിഞ്ഞില്ല. പ്രശ്നങ്ങൾ എത്രയോ ഉണ്ടായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? മറ്റൊരിക്കലും മാല കാണാതായി. തിരയാൻ നബി ആളുകളെ അയച്ചു. ആകെ കറങ്ങി ക്ഷീണിച്ചവശരായി മണിക്കൂറുകൾ കഴിഞ്ഞ് ഇവർ മടങ്ങി വന്നു. അപ്പോഴേക്ക് വെള്ളം തീർന്നുകൊണ്ടിരുന്നു. ജനങ്ങൾ ക്ഷുഭിതരായി. സിദ്ദീഖുൽ അക്ബറിനെ ചെന്ന് കണ്ടോ, നിന്റെ മോളെ കൊണ്ടാണ് നമുക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്ന് ആയിഷ ബീവി ഒരൊറ്റയടി. ഇങ്ങനെയെല്ലാം ഉണ്ടായി. അവസാനം മാല പോട്ടെ, നമുക്ക് പോകാമെന്നായി റസൂല്. എന്തുകൊണ്ട്? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. എന്നിട്ട് കൊട്ടകളും വട്ടികളും കുട്ടികളുമൊക്കെയായി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ, കുതിരകളെയും ഒട്ടകങ്ങളെയും ഒക്കെ എഴുന്നേൽപ്പിച്ചപ്പോൾ, ആയിഷ ബീവി സഞ്ചരിക്കുന്ന ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ നിലത്തതാ കിടക്കുന്നു മാല. എവിടെ? അവിടെ തന്നെ, കൺമുമ്പിൽ തന്നെ. എന്തുകൊണ്ട് കണ്ടില്ല? ഒട്ടകം അതിന്റെ മേലെ കിടന്നിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് കണ്ടില്ല? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിലെ അദൃശ്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. ശരിയല്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുകയാണ്. സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. പിന്നിൽ ആണുങ്ങൾ, അതിന് പിന്നിൽ കുട്ടികൾ, അതിന് പിന്നിൽ പെണ്ണുങ്ങൾ. കാരണം മുജാഹിദ് പള്ളിയ അല്ല, മസ്ജിദുൻ നബവി. അതെന്താ അങ്ങനെ? ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തേൽക്കുന്ന സമയത്ത് 4ാമത്തെ ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ പള്ളിയിലുണ്ടെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുകയാണ്. അപ്പൊ ഏതാ പള്ളി? സമസ്ത പള്ളിയാകാൻ യാതൊരു നിവൃത്തിയില്ല. പറ്റുമോ? ഇല്ല. ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ കഠാരയുമായി തൂണിന്റെ മറവിൽ ഒരാൾ, 10,000-കണക്കിന് സഹാബിമാരായ ഔലിയാ ആണുങ്ങളും പെണ്ണുങ്ങളുമായി അവിടെയുണ്ട്. ആരും കണ്ടില്ല. കാരണം തൂണിൽ മറഞ്ഞു നിൽക്കുന്നു. തൂണിൽ മറഞ്ഞു നിന്നാൽ കാണുകയില്ല. കുത്തേറ്റു. ഉണർന്നപ്പോൾ ആദ്യം ചോദിച്ചത്, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നെ കുത്തിയത്
എന്നാണ്. കുത്തിയപ്പോഴും കണ്ടില്ല ആരാന്നുള്ളത്, കാണാതെ പറയാൻ കഴിയില്ല. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളുടെ അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. ഭാവി പ്രവചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. തങ്ങന്മാര്, ബിബിമാര്, ഔലിയാ, ഗണികന്മാര്, വണിക്കന്മാര്, സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള രാഷ്ട്രീയ നാടകക്കാരും, പരപ്പനങ്ങാടിയിലെ ജയലളിതക്ക് വഹി നൽകുന്ന പണിക്കര് എല്ലാരും ഉണ്ട്. എന്നിട്ട് ജനങ്ങളെ ലക്ഷക്കണക്കിന് ആളുകള് വെള്ളത്തിലൊലിച്ചു പോയ കോടി രൂപ നഷ്ടം വന്നുപോയ സുനാമി ഉണ്ടായിട്ട് ആ സുനാമിയുടെ തലേന്ന് ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞോ ദൈവമാണെന്ന് വർത്തമാനപത്രം പെരുമ്പറ കൊട്ടിയടിച്ച അമ്മയുണ്ടല്ലോ, ദൈവമാണ് അമ്മ എന്ന് വർത്തമാനപത്രം പറഞ്ഞു. ആ ദൈവമാണെന്ന് പറയുന്ന അമ്മ ശ്രീ 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 18 ശ്രീ വേണമെന്നാ പറഞ്ഞത്. ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ജീവിച്ചിരുന്നു. നമ്മളെല്ലാരും അമ്മയാണ്, നമ്മളെല്ലാരും അമ്മയെന്നാ പറഞ്ഞത് കേട്ടോ. മക്കളെ, നാളെ സുനാമി വരാൻ പോണ്ട്, ആരും പോകരുതിട്ടോ, എല്ലാവരും കുറച്ചൊന്ന് മാറിക്കെന്ന് പറഞ്ഞോ? ജയലളിതയോട് പണിക്കര് പറഞ്ഞോ? ഇല്ല. നമ്മുടെ രാജാക്കന്മാരോട്, നേതാക്കന്മാരോട്, എംപിമാരോടും മന്ത്രിമാരോടും ഒക്കെ അടുത്ത ഇലക്ഷനിൽ ഇത്ര വോട്ട് കിട്ടും, ജയിക്കും, തോൽക്കുമൊക്കെ എന്നൊക്കെ പറയുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ കുറെ ഗണികന്മാര്, വണിക്കന്മാര്, മോലിയന്മാര്, ഗാദിയന്മാരുണ്ടല്ലോ. പകിടം നിരത്തുന്നവരും മഷി നോക്കുന്നവരും കൈ നോക്കുന്നവരുമായ ഒരുപാട് മത ആചാര്യന്മാർ. അവരാരെങ്കിലും പറഞ്ഞോ? ഇല്ല. VS അച്യുതാനന്ദന്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലായി എന്ത് VSന്റെ ഗവൺമെന്റ് കാലാവധി തികക്കുകയില്ല എന്ന്. എല്ലാവർക്കും മനസ്സിലായ കാര്യം പിറ്റേന്ന് മീറ്റിംഗ് കൂടിയിട്ട് ജ്യോതിഷക്കാരുടെ സംസ്ഥാന കമ്മിറ്റി പറയാണ് VS കാലം തികക്കൂല. അതിന് അവര് വേണം. കോമൺ സെൻസ് മാത്രം പോലെ. അതിന് മുമ്പ് പറഞ്ഞോ? ഇല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പത്രത്തിലൊക്കെ വന്നപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അധികാരത്തിൽ തുടരാൻ കഴിയാതാകുമെന്ന് നേരത്തെ പറഞ്ഞോ? ഇല്ല. കാരണം ഇത് തട്ടിപ്പാണ്. അള്ളാഹു പറയുന്നു, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളുടെ അദൃശ്യം അല്ലാഹുവല്ലാതെ മറ്റാരും അറിയില്ല. അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവം ഒന്നാണ്. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന ഒരേ ഒരുവനെയുള്ളൂ. എല്ലാ ഭാഷയും അറിയുന്ന ഒരുവനേ ഉള്ളൂ. മൊഹീദ്ദീൻ ശേഖിന് മലയാളം അറിയാവോ? ഇല്ല. കാരണം ബഗ്ദാദുകാരനാണ്, അറബിയാണ്. മൊഹീദ്ദീൻ ശേഖ് ഇതിലാണ് നടന്നു പോകേണ്ടത് വിചാരിച്ചോളി. മൊഹീദ്ദീൻ ശേഖ് വരിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കും കൂടിയില്ല. എന്താ കാരണം? ചെവി കേൾക്കാഞ്ഞിട്ടാ? അല്ല, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഅ്മിനായ, മുജാഹിദായ, ധീര ഇസ്ലാമിന്റെ വിപ്ലവകാരിയായ മൊഹീദ്ദീൻ ശേഖ് തിരിഞ്ഞു നോക്കൂല. എന്താ കാരണം? അദ്ദേഹത്തിന്റെ പേര് മൊഹീദ്ദീൻ ശേഖ് എന്നല്ല, അബ്ദുൽ ഖാദിർ എന്നാണ്. മൊഹീദ്ദീൻ ശേഖ് കാക്കണേ എന്ന് പറഞ്ഞാലോ? മൊഹീദ്ദീൻ ശേഖ് എന്ന് പറഞ്ഞാല് അറബിയാന്ന് വിചാരിക്കാം. ശേഖ് മൊഹീദ്ദീൻ തന്നെ. കാക്കണേ എന്ന് പറഞ്ഞാൽ അറബിയ, മലയാള. അത് അദ്ദേഹത്തിന് അറിയൂടാ. ശ്രീരാമന് മലയാളം അറിയോ? ഇല്ല. യേശുവിന് മലയാളം അറിയോ? ഇല്ല. കേരളീയരായ ജനങ്ങളെ, നമ്മളെ നേതാക്കന്മാര് നമുക്ക് തെരഞ്ഞെടുത്ത് തന്ന ദൈവം പോരാ, അല്ലേ? പോരാ. മക്കത്ത് അബൂജഹല് തെരഞ്ഞെടുത്തു കൊടുത്തത് അറബി അറിയാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. എന്നാൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയെയും എല്ലാം പടച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുണ്ട്. അവൻ കേൾക്കാത്ത വല്ലതുമുണ്ടോ? അവൻ കാണാത്ത വല്ലതുമുണ്ടോ? അവൻ അറിയാത്ത വല്ലതുമുണ്ടോ? ഇല്ല. എങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക. ഇത് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇത് ആർക്കാണ് ഉൾക്കൊള്ളാനാവാത്തത്? ഇത് ആർക്കാണ് അനുസരിക്കാനും അംഗീകരിക്കുവാനും പ്രയാസമുള്ളത്? എന്റെ ദൈവത്തെ നിങ്ങളെല്ലാവരും ആരാധിക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണമെന്നാണ്. ഏതാ നിങ്ങളുടെ ദൈവം? നിങ്ങളെ പടച്ചവനാരോ അവൻ, നിങ്ങളെ പടച്ചവനാരോ അവൻ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാരോ അവനാണ്. അവനെ ആരാധിക്കുവാനാണ്, അവനോട് ദുആ ഇരക്കുവാനാണ്, അവനോട് ഇസ്തിഗാസ ചെയ്യുവാനാണ് പറയുന്നത്.
ഇത് സുന്ദരമായ ലളിത മനോഹരമായ ഒരാശയമാണ്. നോക്കുക, പടച്ചതമ്പുരാന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നു, മക്കായിൽ വന്നു. നാട്ടിൽ ഒരുപാട് അധർമ്മങ്ങൾ, അക്രമങ്ങൾ, അന്യായങ്ങൾ നടക്കുന്നുണ്ട്. കള്ളുകുടിക്കാത്തൊരു മനുഷ്യനുമില്ല. വ്യഭിചരിക്കാത്ത ആൾക്കാർ വളരെ കുറവ്. ബലാത്സംഗവും സ്വയംഭോഗവും സ്വവർഗഭോഗവും വ്യാപകം. കരിഞ്ചന്തയും പൂത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും അളവിലും ദുഃഖത്തിലുമുള്ള കള്ളത്തരവും സ്ഥിരം. പലിശയും കൈക്കൂലിയും സ്ത്രീധനവും വ്യാപകം. എല്ലാമുണ്ട്. സകലമാന ആക്രമങ്ങളും അവിടെയുണ്ട്. ഇതെല്ലാം ഒന്ന് ശരിയാക്കണം, ഇതെല്ലാം ഒന്ന് നേരെയാക്കണം. എന്താ അതിന് മുഹമ്മദ് നബി ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമിക്കാരനായോ? ഭരണം കിട്ടണം, എന്നിട്ട് വേണം എല്ലാം ശരിയാക്കാൻ എന്ന് പറഞ്ഞോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, പള്ളിയിൽ ജമാഅത്തായി സംഘടിതമായി മുസൽമാൻ നമസ്കരിക്കുന്നത് ഭരണം പിടിച്ചെടുക്കാനുള്ള ട്രെയിനിങ് കോഴ്സാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സൂക്ഷിക്കണമെന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റിനോടും ജനങ്ങളോടും മുജാഹിദ് പ്രസ്ഥാനം അപേക്ഷിക്കുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഭരണം കിട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കോഴ്സാണ് നമസ്കാരം എന്നാണ്. ഞങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവിന്റെ ഭരണം ഭൂമിയിൽ നടപ്പാക്കുക എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. അനിസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനെ വാളുകൊണ്ട് നേരിടണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവരും നിസ്കരിക്കട്ടെ, എല്ലാവരോടും നമുക്ക് നിസ്കരിക്കാൻ പറയാം, നിസ്കരിച്ചാൽ ബാക്കിയൊക്കെ ശരിയാകും എന്നാണോ? അല്ല, അത് തബ്ലീഗ് ജമാഅത്തിന്റെ ശൈലിയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയല്ല. മറിച്ച് എല്ലാ അധർമ്മവും, എല്ലാ അക്രമവും, എല്ലാ അനീതിയും, എല്ലാ അന്യായവും, എല്ലാ ദുസ്വഭാവവും ഇല്ലാതാകാൻ, എല്ലാ സൽസ്വഭാവ സംസ്കാര മര്യാദകളും സേവന സഹായവും ഉണ്ടാകാൻ ഉള്ള മാർഗമായി പടച്ചതമ്പുരാൻ സകല പ്രവാചകന്മാരെയും പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കാര്യമാണ്. തൗഹീദ് ശരിയായാൽ ബാക്കിയെല്ലാം എങ്ങനെ ശരിയാകും? പടച്ചതമ്പുരാനെ മാത്രം ആരാധിച്ചാൽ, അവനോട് മാത്രം ദുആയിരുന്നാൽ, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്താൽ എങ്ങനെയാണ് എല്ലാം ശരിയാവുക? അവിടെയാണ് വിഷയം. പടച്ചതമ്പുരാൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. അവന്റെ മുമ്പിൽ കൈക്കൂലി, സ്നേഹബന്ധം, ശുപാർശ എന്നിവ കൊണ്ട് സത്യനിഷേധം രക്ഷപ്പെടുകയില്ല. പണിയെടുത്താലേ രക്ഷപ്പെടാൻ പറ്റൂ എന്ന ഒരവസ്ഥ ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്നു. അതോടുകൂടി ഓരോരോ തിന്മകളും മാറ്റാൻ, ഒഴിവാക്കാൻ, സൽസ്വഭാവ സംസ്കാര മര്യാദകൾ പാലിക്കാൻ ആ നാട്ടുകാർ മുഴുവൻ തയ്യാറാകുന്നു. 23 കൊല്ലത്തിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തിന്റെ ഏറ്റവും നല്ല തനിത്തങ്കങ്ങളായി മാറിയ കാഴ്ചയാണ് നാം കണ്ടത്.